ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹോളിഡേ വ്ളോഗാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ചേർന്നിട്ട് നമ്മൾ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ഹെവൻ പറഞ്ഞൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാരവാനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കുള്ള ഇതാണ്ടല്ലോ ഈ കാണുന്ന ബാക്കിൽ, ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത്, നമ്പർ 25. അപ്പോൾ ഇതിൽ 3 ബെഡ്റൂമിൻ്റെയാണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നന്നായിരിക്കും, നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഇൻസൈഡിൽ എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. ഗേൾസ് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അയ്യോ പറയണ്ട. ഓക്കെ, 1 വീക്ക് മുതലേ തുടങ്ങി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഓക്കെ, ഞാനും കേട്ടോ, നല്ലൊരു ചേഞ്ച് അല്ലേ, ആവശ്യമാണ് നമ്മുടെ ABC ലൈഫിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ ഈ ഏരിയ നോക്കിയുള്ളൂ, ഇവിടെ ഏരിയ ഫുള്ള് കാരവാൻസാണ്. വലിയവരും പല ദൂരത്തു നിന്നൊക്കെ ബുക്ക് ചെയ്ത് വന്നിട്ടേ, കുട്ടികളും കാര്യങ്ങളും അറിയാം. നല്ലൊരു സംഭവമാണ്. അത് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെ ഞങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, കം ഓൺ. കാരവാൻ്റെ ഇൻസൈഡ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ളൂ, ഇത് കെയർ ചെയ്ത് ലിവിങ് റൂമാണേ. നിങ്ങൾക്കുള്ളൂ ഇവിടെ TV ഉണ്ട്. പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ. പിന്നെ ഇത് ഫ്രിഡ്ജ് ഉണ്ട്. താഴത്തെ ഫ്രിഡ്ജാണ്, മേലത്തെ ഫ്രീസറാണ് കേട്ടോ. ഫ്രീസർ, ഫ്രിഡ്ജ്. പിന്നെ നമ്മൾ ഇതിലെ ഫുഡെല്ലാം മേക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇത് നമ്മുടെ ലിവിങ് റൂമിൽ തന്നെയാണ്, സൈഡിലായിട്ടാണ് കിച്ചൺ കേട്ടോ. നൈസ് ആൻഡ് നീറ്റ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുള്ളൂ, കെറ്റിലുണ്ട്, പിന്നെ ടോസ്റ്റർ ഉണ്ട്, ഓവൺ ഉണ്ട്, പിന്നെ പ്ലേറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിക്കോളൂ, പ്ലേറ്റ്സുകളെല്ലാം ഉണ്ട്. ഇത് ഗ്ലാസ്സസ് എല്ലാം ഉണ്ട്, മൈക്രോവൺ ഉണ്ട്. പിന്നെ നമുക്ക് ബെഡ്റൂംസ് നോക്കാം കേട്ടോ. ഇത് 3 ബെഡ്റൂമിന്റെ കാരവാനാണ്. ഇത് ആദ്യമായിട്ട് തന്നെ ഇവിടെ നോക്കിക്കോളൂ, ഇതിങ്ങനെ കോറിഡോർ കണ്ടോ. ഇതൊരു ടോയ്ലറ്റ് ഇവിടെയാണ് കേട്ടോ. അത് ഷവർ റൂം ഉണ്ട്. ടോയ്ലറ്റ് 2 ഉണ്ട്. ഷവർ റൂം 1 ആണുള്ളത്. 2 ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെയാണ് ബോയിലർ വെച്ചിരിക്കുന്നത്. ബെഡ്റൂം നോക്കാം. ഇതാണ് ഒന്ന് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഒരു ഡബിൾ ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇതവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, മിറർ. ഇതവിടെ ഹീറ്റർ ഉണ്ട് കേട്ടോ. അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. അതില് ഡബിൾ ബെഡാണ്. ഇത് 2 സിംഗിൾ ബെഡിന് ചേർത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ് ഉണ്ട്. ഇത് കണ്ടത് നമ്മുടെ മോള് G ഉണ്ടല്ലോ. ഇത് എന്റെ റൂമാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് അവളുടെ സാധനങ്ങളെല്ലാം വെച്ചു. ഇത് കുഞ്ഞു 2 ബെഡ് ഇട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പത്തെ അവളുടെ ബെഡ്റൂം ആണെന്ന് പറയുന്നത്. എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നുണ്ടെന്ന് നോക്കിക്ക്. അപ്പൊ GS സ്റ്റോറി ബുക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അവൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അവളുടെ സൺക്രീം, വാട്ടർ ബോട്ടിൽ, ടിഷ്യൂ എല്ലാം എടുത്ത് വെച്ച് ഇത് എന്റെ റൂമാണെന്ന് പറഞ്ഞിട്ട് വെച്ചതല്ലേ. അവളുടെ ബാഗൊക്കെ ഇവിടെ തൂക്കി വെച്ചിട്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി അവള്. ഇത് പിന്നെ ഇവിടെ വാർഡ്രോബ് ഉണ്ട്. അതേപോലെ തന്നെ സെയിം മിറർ. ഹോട്ടലിൽ പോലെ തന്നെ നല്ല ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ അതെല്ലാം കാണിച്ചു. ഓക്കെ,
അപ്പൊ നമ്മൾ വന്നത് ഞാൻ എടുത്തു, മനസ്സിലായില്ലേ? ഇനിയിപ്പോ നമ്മൾ ഇവിടെ 3 night ആണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു. എന്താ പറഞ്ഞാൽ പിന്നെ ബെഡ്റൂം ഒക്കെ പിന്നെ മിസ്സപ്പ് ആവും, മനസ്സിലായി? കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അത് കാരണം ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഹോളിഡേ ബുക്ക് ചെയ്യുക. കാരവാൻ സൂപ്പറാണ് കേട്ടോ. അത് ഞാൻ ഔട്ട്സൈഡ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ, ഇത് കണ്ടില്ലേ? ഇതെല്ലാം കാരവാൻസ് ആണ് കേട്ടോ. നോക്കിയേ, നമ്മുടെ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യില്ലേ, 5 star ഹോട്ടൽസിന്റെ ഫെസിലിറ്റി ആണ് കേട്ടോ. ബാൽക്കണിയൊക്കെ കണ്ടോ നോക്കി. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ട് കേട്ടോ. ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനത്തുള്ള ഇതിലാണ് പോകുന്നത് ബുക്കിംഗ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഫെസിലിറ്റികളാണ് ഉള്ളത്. നോക്കിക്കേ, ഫുള്ള ലൈനും നോക്കിക്കേ, നല്ല രസം. ഏരിയ എന്ത് രസമാണെന്ന് അറിയാം. നോക്കിക്കേ, ഫുൾ ഗ്രീനറി അതിൻ്റെ ക്വയറ്റ് നോക്കി. ആൾക്കാർ നോക്കി ഫുള്ള് ബാർബിക്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ. പിന്നെ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് കണ്ടില്ലേ, കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നോക്കിക്കേ. ഈ അടിപൊളി ബാൽക്കണി ചെയറിലൊക്കെ ഇരുന്ന് സൂപ്പർ. ഓക്കെ, എല്ലാ ഈ ഹോളിഡേ സമയത്തൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവിടെ അന്ന് എല്ലാ ആക്ടിവിറ്റീസുകളും ഉണ്ട്. എവിടെയും പോണ്ട. ഓക്കെ, ഇനി എനിക്ക് ആ എൻഡ് വരെ പോകണം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നത് അതുവരെ. ഓക്കെ, ഇതുപോലെ വേറെ പ്ലേസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇതാണ്, മനസ്സിലായോ? അപ്പൊ നമ്മള് അധികം അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും ഇല്ല. പക്ഷെ ഓക്കെ, ഇപ്പൊ 2 ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ ഷെയർ ചെയ്തിട്ട് വരാം, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഫാമിലി ആകുമ്പോൾ അത് ഇത്തിരി എക്സ്പെൻസീവ് തോന്നും, പക്ഷെ കുഴപ്പമില്ല. സോ ഹാപ്പി. അതല്ലേ വേണ്ടത് അല്ലേ? എന്നൊക്കെ അവര് കളിക്കുന്ന. വാ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഇവിടുത്തെ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. മേക്കപ്പ് ചെയ്ത് കണ്ടില്ല, 2 പേരും കൂടി വന്ന് ഇരിക്കുകയാണ്, എൻജോയ് ചെയ്യുന്നു. മേക്കപ്പ് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, നാച്ചുറലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു ഫൺ ഗെയിം ഒക്കെ ഉണ്ട്. അതൊരു 1 hour ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിഞ്ഞൊന്ന് ഔട്ട്സൈഡ് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് പോകും. ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ ബീച്ചിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത് പിന്നെ തിരിച്ചു വന്ന് ഇവിടെ ഒരു ഔട്ട്ഡോർ സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി എന്നിട്ട് പിന്നെ ഈവനിങ് 7 തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻഡോർ സ്വിമ്മിങ് ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. അപ്പോൾ നാളെയാണ് ഇൻഡോർ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ചേർന്നിട്ട്. ഔട്ട്ഡോറിങ്ങിന് ബുക്കിംഗ് ഇല്ല. അപ്പോൾ പിന്നെ ഇന്ന് അവിടെ പോയി നാളെ ഇൻഡോർ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ക്വൈറ്റ് ഏരിയയാണ്, നല്ലൊരു റിലാക്സിനോ. നമുക്ക് ബിസി ലൈഫിൽ ഇങ്ങനെയൊക്കെ വേണ്ടതാണ് അല്ലേ? നമുക്ക് നോക്കാം ഇന്നത്തെ. പിന്നെ കുട്ടികൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ്. പിന്നെ ഹാഫ് ടേം ആണ്, സ്കൂൾ ഹോളിഡേ ആണ്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. ഓക്കെ, ഹായ് ഗായ്സ്, ഇതുണ്ടല്ലോ ഹെവൻ ബീച്ചാണ്. പക്ഷെ നമ്മുടെ ഇത് ബ്രൈറ്റൺ ബീച്ച് പോലെയുള്ള എല്ലാം സ്റ്റോണാണ് കേട്ടോ, സാൻഡ് ബീച്ചല്ല. ഓക്കെ, കാലൊത്തിരി വേദനയുണ്ട്.
2 hours സ്പെൻഡ് ചെയ്തു. നല്ല നീറ്റ് ബീച്ച് കേട്ടോ, അടിപൊളി ബീച്ച്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സ്റ്റോറൊന്നും മാത്രമേ ഉള്ളൂ, വേറെ എല്ലാമല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇവിടെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്, കുട്ടികൾ പാർക്ക്. അപ്പോൾ ഇത് ഔട്ട്ഡോർ സ്വിമ്മിങ് പൂളാണ്. അപ്പോൾ നമുക്ക് എനി ടൈമിൽ പോകാം. അപ്പോൾ അതിന് മുമ്പ് നിയർ ആയിട്ട് തന്നെ പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ കഴിഞ്ഞിട്ട് സ്വിമ്മിങ് പൂൾ അടുത്തുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ഒരു സർക്കിളിൽ നിയർ ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ഫെസിലിറ്റീസാണ് കേട്ടോ. കുട്ടികളൊക്കെ കളിക്കാനും സ്വിമ്മിംഗ് പൂൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, കുറേ ആൾക്കാരുണ്ട്. സ്വിമ്മിംഗ് പൂൾ, ഇത് ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളാണ്. ഞങ്ങൾക്ക് ഇതിലേക്ക് പോകണം. ഇവരുടെ പാർക്കിലെ കളി കഴിഞ്ഞിട്ട് ഇതിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കണ്ടില്ലേ, റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, അത് കണ്ടില്ലേ, ഇന്നൊരു കുട്ടികൾക്ക് പ്ലേ പ്ലേസ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ എന്താ സ്റ്റോറി, ബുക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അതിൻ്റെ സെയിം സ്റ്റോറി ലൈവായിട്ട് കാണിക്കുകയാണ് അവിടെ കുട്ടികൾ. ഇതാണ് സ്വിമ്മിംഗ് പൂളിന്റെ ഇൻസൈഡിലേക്ക് പോകുന്ന എൻട്രൻസ്. ഇതുണ്ടല്ലേ, ഇതാണ് കാർട്ട് എന്ന് പറയുന്നത്. ഇത് സ്കൂട്ടർ പോലുള്ള സംഭവം. അത് നമ്മൾ തന്നെ ചവിട്ടിയിട്ട് പോകണം. കണ്ടില്ലേ, 4 സീറ്റാണ്. കണ്ടില്ലേ, അതുകൊണ്ട് 2 ഉണ്ട് കേട്ടോ, 2 സീറ്റർ ഉണ്ട്. അങ്ങനെയാണ്. ഇതാണ് 2 സീറ്റർ എന്ന് പറയുന്നത്. നല്ല സംഭവമാണ്. ഞങ്ങൾ എടുത്തിരുന്നു. അപ്പം ഞാനും ഒരു മോള് ഫ്രണ്ടിലിരുന്നു, ഞാനും എൻ്റെ വേറെ മോളും കൂടി ബാക്കിലിരുന്നു. ഞങ്ങൾ 2 പേര്. അപ്പോൾ 2 പേരും ചേർന്നിട്ട് നമ്മൾ കണ്ടില്ല, പെഡല് കണ്ടോ, ഇതാ ഇവിടെയുണ്ട്, ആ സൈഡും ഉണ്ട്. 2 സീറ്റിൽ കണ്ടില്ല, 2 സീറ്റിൽ കണ്ടില്ലേ, അതിൽ 2 പേർക്കും ഇങ്ങനെ പെഡലിൽ നമുക്ക് ഇങ്ങനെ സൈക്കിൾ ചവിട്ടും പോലെ ഇങ്ങനെ ചവിട്ടിയിട്ട് പോകണം. ബാലൻസ് 2 അവിടെയും വേണം. ഞങ്ങൾ അങ്ങനെ പോയി ഇവിടെ എല്ലാം കണ്ടില്ലേ, അവിടെ അങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിച്ചിട്ട് വന്നു. 1 hour എടുത്തു. അയ്യോ, നമ്മുടെ എനർജി എല്ലാം പോകും. നമ്മൾ അങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സംഭവമായിരുന്നു കേട്ടോ. വെതർ നല്ല വെതറാണ്, അടിപൊളി വെതറായിരുന്നു. അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങളത് പോയിട്ട് വന്നു. കണ്ടില്ലേ, കുറച്ച് മാർക്കറ്റ് ഉണ്ട്. ഇതാണ്ടല്ലേ, ഇതാണ് മിനി മാർക്കറ്റ്. ഇതിലെല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ വന്നിട്ട് വേണം വാങ്ങിക്കാൻ. 8 o'clock ക്ലോസ് ആകും, 8 PM. അതിന് മുമ്പ് വന്നാൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഒരു സ്മോൾ സിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഏരിയ കാരവാൻസിൻ്റെയും അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റിയുടെ ഏരിയ മാത്രമാണ് കേട്ടോ. അങ്ങനെയാണ്. പാർക്ക് ഉണ്ട് അവിടെ, പിന്നെ അവിടുത്തെ റിസപ്ഷൻ അവിടെയുണ്ട്. ഇത് നോക്കിയിട്ട് കാരവാൻസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഏരിയ ഫുള്ള് കാരവാൻസാണ്.
ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ എന്തായാലും 3 days സ്പെൻഡ് ചെയ്തു. ഇവിടെ എല്ലാ സ്ഥലങ്ങളും കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ എന്നാൽ അതെന്നാലും അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐ ഹോപ്പ് യു ആൾ റിയലി എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.